ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബീഫ് കറി എല്ലാവരും ഉണ്ടാക്കാറുണ്ടല്ലോ. എല്ലാവരും പല പല രീതിയിലായിരിക്കുമല്ലോ ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീഫ് ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു 2 സവാള, 4 പച്ചമുളകും നന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് വാടി വരാനായിട്ട്. സവാളയും പച്ചമുളകും ചെറുതായി ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അത് നന്നായി വഴണ്ട് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് പൊടികളുടെ എല്ലാം പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഇച്ചിരി കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി അതിൻ്റെ മുകളിലൊന്ന് വിതറിയിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ബീഫ് കറി വെക്കുന്നത്. കുറച്ച് തിക്കായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഗ്രേവി വെക്കാറുണ്ട്. എനിക്ക് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇതിൽ വേറെ എന്തെങ്കിലും ചേർക്കണോ ചേർക്കണ്ടേ എന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.